പ്രായം തോന്നിക്കുന്ന നമ്മുടെ ഫേസിലെ ഒരു അവയവമുണ്ട്. അതേതാ നിങ്ങൾക്കറിയോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരാളെ ഫേസ് കണ്ടിട്ട് പെട്ടെന്ന് ഇവർക്കൊരു 40 ആയി, അല്ലെങ്കിൽ 40 എബോവ് ആയി, അല്ലെങ്കിൽ 35 ആയി, അല്ല 25 ആണ് എന്ന് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് എവിടെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുക? നമ്മളെ ഫേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മളെ കണ്ണ്, അല്ലേ? അപ്പോൾ ആ കണ്ണ് നോക്കിയിട്ട് തന്നെ പെട്ടെന്ന് അവരുടെ പ്രായം പറയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇച്ചിരി പ്രായം കൂടുതലാവുന്നതിന് നമ്മളെ കണ്ണിന് ചുളിവുകളും ഡാർക്ക് സർക്കിൾസും, പിന്നെ അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനും കണ്ണിന് ചുറ്റും ആ സൈഡിലെല്ലാം, പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് പ്രായം ആയിന്ന് അറിയിപ്പിക്കാൻ വരുന്നതാണ് ആ ചുളിവുകൾ, അല്ലേ? നന്നായിട്ട് ഇങ്ങനെ ഓരോരോ ലൈനായിട്ടും തിന്ന് ലൈനും തിക്ക് ലൈനും ഒക്കെ വരും കണ്ണിൻ്റെ ചുറ്റും പെട്ടെന്ന്. അത് ചില പേര് എന്താ പറയുക, ഈ ചിരിക്കുമ്പോൾ കണ്ണിങ്ങനെ ചുളുക്കി ചിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ വരും കേട്ടോ. ചില ആൾ ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കണ്ണിങ്ങനെ ചുളുക്കിയിട്ടാണ് ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് വരും. അപ്പോൾ പ്രായമായി എന്ന് തന്നെ പെട്ടെന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കണ്ണിന് വേണ്ടിയിട്ടുള്ള കെയറാണ് ഞാൻ പറഞ്ഞിരുന്നത്. കണ്ണിന് പ്രത്യേകിച്ചിട്ട് കൂടുതൽ മസാജുകളൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, അത് ചെയ്യാനും പാടില്ല. കണ്ണിൻ്റെ പാർട്ട് അത്രയ്ക്കും സെൻസിറ്റീവാണ്. അതുകൊണ്ടാണല്ലോ അത് പെട്ടെന്ന് തന്നെ റിങ്കിൾസ് വരുന്നതും പ്രായമായതുപോലെ തോന്നുന്നതും ഒക്കെ. അപ്പോൾ ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റസീന നിയാസ്. എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വ്ളോഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു 2-3 ദിവസമായി ഞാനൊരു ഫേഷ്യൽ എക്സസൈസ്, യോഗ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് മസാജസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു സീരീസിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഉൾപ്പെടുക, എന്നിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മസാജ് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളെ അണ്ടർ ഐക്കുള്ള മസാജാണ്. അണ്ടർ ഐ എന്ന് മാത്രം പറയാൻ പറ്റില്ല, കണ്ണിന് ചുറ്റുമുള്ള മസാജുകളാണ്. കണ്ണിന് ചുറ്റും പ്രായമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നന്നായിട്ട് റിങ്കിൾസും ഡാമേജുകളൊക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ കൂടുതലായിട്ട് എനിക്ക് മസാജസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, കാരണം കണ്ണിൻ്റെ ചുറ്റ് അത്രയ്ക്ക് സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മസാജുകളൊന്നും ഞാൻ റെഫർ ചെയ്യില്ല. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് നിങ്ങൾക്ക് യൂസ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഒത്തിരി എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും പിന്നെ വീഡിയോ എൻഡ് വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. വാവേ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്പെഷ്യലി നമ്മളെ കണ്ണിന് ചുറ്റും ഐബ്രോസിനൊക്കെ നമ്മൾ മസാജ് ചെയ്യുന്ന, പൊതുവേ ഞാൻ പറയുന്നത് അതിന് മാത്രമല്ല, നമ്മളെ മൊത്തത്തിൽ ഫേസ് നമ്മൾ മസാജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ 2 കൈകളും നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. നമ്മൾ ചില പക്ഷേ എന്തെങ്കിലും പണിയെടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒന്നും പണിയെടുക്കുന്നില്ലെങ്കിൽ തന്നെ നമ്മൾ കൈകൾ നന്നായിട്ട് സ്വെറ്റാവും. അപ്പോൾ ആ കയ്യിൽ തന്നെ നമ്മൾ ഓയിലെല്ലാം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മസാജ് ചെയ്യാൻ പാടില്ല. സ്കിന്നിന് അത് ഡാമേജ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മളെ കൈ നന്നായിട്ട് നീറ്റായിട്ട് വാഷ് ചെയ്യുക. സ്പെഷ്യലി കണ്ണിൻ്റെ ചുറ്റുള്ള മസാജുകൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നുനു നോ നുനു എന്തിനാ നുന്നുവിൻ്റെ വീഡിയോയിൽ കൂട്ടാത്തത് കൊണ്ടാണ് കേട്ടോ നുന്നു കരയുന്നത്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നേ, നന്നായിട്ട് കൈ വാഷ് ചെയ്യുക. എന്നിട്ട് ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ടുള്ള ഫേഷ്യൽ ഓയിൽസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഐ ക്രീം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. കൂടുതൽ ബെനിഫിറ്റ് തരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഐ ക്രീം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഐ ക്രീം യൂസ് ചെയ്യുന്നില്ല, ഞാൻ ഓയിൽസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോസ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഞാൻ പറയാം, ഞാൻ എൻ്റെ ഫേസിന് ഇങ്ങനെ ഗ്ലോ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ ഒരു സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോസിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കണ്ണിന് ചുറ്റും നമ്മൾ കൂടുതലായിട്ട് മസാജ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൂടുതൽ പ്രഷറിൽ മസാജ് ചെയ്യാൻ പാടില്ല. ലൈറ്റായിട്ടുള്ള മസാജ് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ തന്നെ കണ്ണിന് വെക്കുന്ന പാക്കും എക്സസൈസുകളും ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ണിന് നമ്മളിപ്പോൾ മൊത്തത്തിലൊരു ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ഫേസിന് നന്നായിട്ട് മസാജ് കൊടുക്കും. പക്ഷേ കണ്ണിന് ചുറ്റും നമ്മൾ വരുമ്പോൾ അത്ര കൂടുതലായിട്ട് നോർമലി വേറെയുള്ള ഫീച്ചേഴ്സിനെല്ലാം മസാജ് കൊടുത്തതുപോലെ കണ്ണിന് നമ്മൾ കൊടുക്കില്ല, കാരണം അത്രക്കും സെൻസിറ്റീവാണ്. അതാണ് പെട്ടെന്നത് ഡാമേജ് ആവുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അണ്ടർ ഐ ക്രീമോ ഓയിലോ എന്തോ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പുരട്ടിയിട്ട്, ഇപ്പം ഞാൻ പറയില്ല, 3-ലേതെങ്കിലും ഒന്നെടുത്ത് നന്നായിട്ട് കണ്ണിന് ചുറ്റും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ കണ്ണിന് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഈ നമ്മൾ 2 കയ്യിലുള്ള ഏത് വിരലുകളും നമ്മൾ യൂസ് ചെയ്താലും ഡാമേജ് ആകും. അതിനെല്ലാം പ്രഷർ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, എന്തിനാണെങ്കിലും നമ്മളിങ്ങനെ ഈ വിരൽ കൊണ്ട് അമർത്തുകയാണെങ്കിൽ പ്രഷർ കൂടുതലാണ്. ഇതിന് ഇത്തിരിയും കൂടി ഇതിൽ ഭയങ്കര കുറവാണ്. ഈ ഒരു വിരലിന് റിംഗ് ഫിംഗറിന് വളരെ കുറവാണ് പ്രഷർ. 1 മിനിറ്റ്. റിംഗ് ഫിംഗറിന് വളരെ കുറവാണ് പ്രഷർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഐ മസാജിന് പ്രത്യേകിച്ചിട്ട്
വെച്ച വിരലാണ് ഈ ഒരു റിംഗ് ഫിംഗർ. അത് വെച്ചിട്ട് നിങ്ങൾ മസാജ് ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് നീറ്റായിട്ട് കണ്ണിൻ്റെ അടിയിൽ നമ്മൾ ഈ ഒരു രീതിയിൽ പ്രഷർ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ വലിച്ച് മസാജ് ചെയ്യുക. പ്രഷർ കൂടുതൽ കൊടുക്കരുത്. എന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് നമ്മളെ ടെമ്പിൾസ്, അതായത് മർമ്മം, ടെമ്പിളിലേക്ക് പോയിട്ട് അവിടെ നമുക്ക് പ്രഷർ കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇവിടെ ഒരു സർക്കുലർ മോഷനിൽ പ്രഷർ, ഇവിടെ നമുക്ക് പ്രഷർ കൊടുക്കാം. കണ്ണിൻ്റെ അടിയിൽ നമ്മൾ പ്രഷർ കൊടുക്കാൻ പാടില്ല, സ്കിന്ന് ഡാമേജ് ആകും. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു 10 തവണ നീറ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ മുകളിലും നമുക്ക് നീറ്റായിട്ട് ഒരു 10 തവണ ചെയ്യുക. ഇങ്ങനെ 10 തവണ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളെ കണ്ണിനെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് ഈ ഫിംഗർ വെച്ചിട്ട്, അതേ ഫിംഗർ, ഈ ഒരു ഫിംഗർ മാത്രമേ നമ്മളെ കണ്ണിന് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഫിംഗർ വെച്ചിട്ട് കണ്ണടച്ചിട്ട് ഈ ഐ ബോളിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രഷർ ചെയ്യുക. ഐ ബോളിനെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക, റിലീഫ് ചെയ്യുക. പിന്നെയും പ്രസ് ചെയ്യുക, വിടുക. പിന്നെയും പ്രസ് ചെയ്യുക, വിടുക. ഇതൊരു 5 ടൈംസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. 5 ടൈംസ് നീറ്റായിട്ട് ഇത് ചെയ്താൽ മതി. ഇതുകൊണ്ട് നമുക്ക് കണ്ണിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും അത് നമുക്ക് മാറിക്കിട്ടും. പിന്നെ കണ്ണിന് കൂടുതലായിട്ട് ഈ മൊബൈലെല്ലാം നോക്കിയിട്ട് തന്നെ നന്നായിട്ട് കണ്ണിനൊരു സ്ട്രെയിൻ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രഷർ കൊണ്ട് അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചും മസാജ് ചെയ്യുക കേട്ടോ. ക്ലോക്ക് വൈസ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇതും ഒരു 10 തവണ നിങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ കൂടുതലായിട്ടും മസാജ് കണ്ണിന് ചെയ്യാൻ പാടില്ല. പിന്നെ ലാസ്റ്റായിട്ട് ചെയ്യുന്ന മസാജാണ് നമ്മൾ 3 ഫിംഗർ വെച്ചിട്ട് കണ്ണിനെ നന്നായിട്ട് ഇങ്ങനെ പ്രഷർ ചെയ്ത് അടക്കുന്നു. ഫ്യൂ മിനിറ്റ്സ്, 1 2 3 4 5 6 7 8 9 10 റിലീഫ് ചെയ്യുന്നു. പിന്നെയും 10 തവണ റിലീഫ് ചെയ്യുന്നു. വാവേ. ഓക്കെ, അങ്ങനെ ഒരു 10 തവണ ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ട് റിലീഫ് ചെയ്യുക. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് കണ്ണിന് നന്നായിട്ട് ഒരു സ്ട്രെങ്ത്തും കിട്ടും കേട്ടോ. നല്ല റിലീഫായിരിക്കും കണ്ണിന്. നമ്മൾ മൊബൈലെല്ലാം നോക്കിയിട്ട് കുറേ പ്രഷർ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നൈറ്റ് ഉറങ്ങാതെ കണ്ണിന് എന്തെങ്കിലും സ്ട്രെയിൻ ഉണ്ടെങ്കിൽ ഒക്കെ മാറിക്കിട്ടും. അപ്പോൾ കണ്ണിനായിട്ടുള്ള കൂടുതൽ മസാജുകൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് സെൻസിറ്റീവാണ്. പിന്നെ ഈ ഒരു മസാജ് നീറ്റായിട്ട്, അതായത് ഈ ഒരു സൈഡിലെല്ലാം റിങ്കിൾസ് വന്നിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഐബ്രോസിൽ ഇൻക്ലൂഡ് ചെയ്ത അതേ മസാജ് തന്നെ കണ്ണിന് ഇവിടെ നമുക്ക് ഇങ്ങനെ ലൈൻസ് ഉണ്ടെങ്കിൽ, റിങ്കിൾസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നീറ്റായിട്ട് ഈ ഒരു മസാജും ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കണ്ണിന് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് നമുക്ക് ചെറിയ രീതിയിൽ റിങ്കിൾസ് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ വേറെ എന്താണ് ഇതിനൊരു ടെക്നിക്ക് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അണ്ടർ ഐ ക്രീമുകൾ കിട്ടും, റിങ്കിൾസ് ഫ്രീ ആവുന്ന ക്രീമുകൾ കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഐ ക്രീം ശരിക്കും നോക്കുകയാണെങ്കിൽ ഐ ക്രീം കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നാലും കുഴപ്പമില്ല. കണ്ണിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കണ്ണിന് ചുറ്റും സാഗിങ്ങും ആ ബാഗ്സ് എല്ലാം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു ഐ ക്രീം ഞാൻ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് മേടിച്ച് യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അണ്ടർ ഐൻ്റെ കുറേ നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ക്രീം നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ആവണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്, ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും ഗൂഗിൾസിലാണെങ്കിലും അല്ല ഓൺലൈൻ ഷോപ്പിങ്ങിലാണെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ക്രീം സജസ്റ്റ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് ആപ്റ്റാണെങ്കിൽ മേടിക്കാം കേട്ടോ. ഐ ക്രീമിന് ഇത്തിരി കോസ്റ്റ്ലിയാണ്. അല്ല, നിങ്ങൾ ഇവിടെയുള്ള ലോക്കൽ സ്റ്റോറുകളിലും ഐ ക്രീം കിട്ടും. അണ്ടർ ഐ ക്രീം, നൈറ്റ് ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. അതൊക്കെ മേടിച്ച് അപ്ലൈ ചെയ്യാം. അത് സെക്കൻഡ്. തേർഡ് വന്നിട്ട് നമ്മൾ കണ്ണിന് കുറച്ച് എക്സസൈസ് ചെയ്താൽ മതി കേട്ടോ. അതായത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, കാരണം ഈ ഒരു ജനറേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പ്രഷർ വയ്ക്കുന്നത് നമ്മളെ കണ്ണിലാണ്. കാരണം നമ്മളെ മൊബൈൽ തന്നെ കേട്ടോ. നമ്മൾ 24 മണിക്കൂർ വേണമെങ്കിലും ഇഷ്ടത്തോടെ നോക്കിയിരിക്കുന്ന സാധനമാണ് മൊബൈലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണിന് നന്നായിട്ട് സ്ട്രെയിൻ ഉണ്ട്. കണ്ണിനുള്ള 2-3 എക്സസൈസുകൾ ഞാൻ പറഞ്ഞുതരാം. കണ്ണ് നീറ്റായിട്ട് ക്ലോസ് ചെയ്യുന്നു, വിടുത്ത് ഫുള്ള് ഇങ്ങനെ ഓപ്പണായിട്ട് വൈഡായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഒട്ടക്കണ്ണാക്കുക കേട്ടോ. പിന്നെയും ക്ലോസ് ചെയ്യുന്നു, പിന്നെയും ഓപ്പൺ ചെയ്യുന്നു, പിന്നെയും ക്ലോസ് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. ഇത് ഒരു 10 ടൈംസ് ചെയ്യുക. പിന്നെ കണ്ണിന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഇങ്ങനെ കണ്ണിൻ്റെ ഭംഗി കൂടാൻ ഭയങ്കര നല്ലതാണ് ഈ മസാജ്. നിങ്ങൾ വെറും അണ്ടർ ഐ ക്രീം പുരട്ടിയതുകൊണ്ട് ആയിട്ടില്ല, കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു തിളക്കം കിട്ടണ്ടേ, അതിന് ഭയങ്കര നല്ലതാണ് കേട്ടോ. പിന്നെ
ഫുള്ള് നമ്മൾ ഐ ബോൾസിനെ റൊട്ടേറ്റ് ചെയ്യട്ടെ. നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യണം. 2 സൈഡിലേക്കും. ഇതൊരു 10 ടൈം ചെയ്യട്ടോ. നീറ്റായിട്ട് ഇങ്ങനെയുള്ളൊരു മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ കണ്ണിനുള്ള കുറേ വേദനകളും അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാറിക്കിട്ടും. വളരെ നല്ലതാണ് അങ്ങനെ ഒരു മസാജ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ വൈഡായിട്ട് ഓപ്പൺ ആക്കുക കണ്ണിന്. നമ്മൾ 2 ഫിംഗർ വെച്ചിട്ടും. ഇത് റിങ്കിൾസ് മാറാൻ വളരെ നല്ലതാണ്. ഉള്ളിലുള്ള പ്രശ്നത്തിനല്ല, റിങ്കിൾസ് മാറാൻ ഭയങ്കര നല്ലതാണ് കേട്ടോ ഈ മസാജ്. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഓരോരോ പിടിയിലും ഫ്യൂ മിനിറ്റ്സ് ഹോൾഡ് ചെയ്ത് വിടുക. എപ്പോഴും നമ്മൾ കണ്ണ് നമുക്കിങ്ങനെ കൂടുതലായിട്ട് തൂങ്ങി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഫേസിൽ പെട്ടെന്ന് പ്രായം തോന്നിക്കുന്നത്. നമ്മളെ കണ്ണും ഐബ്രോസാണ് നമുക്ക് ഏറ്റവും നീറ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കേണ്ടത്. എന്നാലാണ് നമ്മളെ ഫേസ് നന്നായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, നൊന്നു ആന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ മസാജുകൾ. കണ്ണിന് വേണ്ടിയിട്ട് കൂടുതലൊന്നും അങ്ങനെ മസാജ് ചെയ്യുക ഇങ്ങനെ മസാജ് ചെയ്യുക എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കണ്ണ് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ഉള്ളൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും മസാജുകൾ നിർത്തുന്നുണ്ട്. ഇത് നിങ്ങൾ നിരന്തരമായിട്ട് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഐ ക്രീം മേടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫേഷ്യൽ ഓയിൽസ് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊന്നും പറ്റുന്നില്ലേ, നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മസാജ് നൈറ്റ് ടൈം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കേട്ടോ. അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്ത് ഉറങ്ങാൻ വേണ്ടി പോകുമല്ലോ, അപ്പോൾ നൈറ്റ് ടൈം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നത്. ഇത് എൻ്റെ 3ാമത്തെ വീഡിയോ ആണ് ഫേഷ്യൽ സീരീസിൻ്റെ. ഓക്കെ, അപ്പോൾ മിസ് ചെയ്യാതെ ഇനിയും കണക്റ്റായിട്ട് ഇരിക്കുക. ഓക്കെ, അടുത്തുള്ളത് നമ്മൾ നോസ് എങ്ങനെ നമുക്ക് നീറ്റ് ചെയ്യാൻ പറ്റും. നോസ് ഇതുപോലെ എൻ്റെത് കണ്ണിൽ ഇത്ര വണ്ണം വെച്ചിട്ടുള്ള നോസ്, അത് എങ്ങനെ ഒന്ന് തിന്നാക്കിയിട്ട് ഷാർപ്പാക്കിയിട്ട് കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചീക്സ് ഒന്ന് അപ്ലിഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാജ്, അത് രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നോസിനായിട്ടുള്ള കൂടുതലൊന്നുമില്ല. എൻ്റെ നോസ് ഇനിയും നല്ല എന്താ പറയുക വണ്ണത്തിൽ ഈ വട്ടത്തിലുള്ള ഉരുണ്ടിട്ടുള്ള വൈതനെങ്കിൽ അതുപോലെ നല്ല വണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് മസാജ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ എടുത്തതൊക്കെ നല്ല ഉണ്ട മൂക്കായിരുന്നു എനിക്ക്. അപ്പോൾ മസാജ് ചെയ്യുന്നതുകൊണ്ട് അതും ബെനിഫിറ്റാണ് നമുക്ക്. അപ്പോൾ നമ്മൾ നോസ് എങ്ങനെ ഷാർപ്പ് ചെയ്യാം, നോസിനെ എങ്ങനെ തിന്നായിട്ട് നമുക്ക് ഷേപ്പായിട്ട് നിർത്താമെന്നൊക്കെ ഉള്ള മസാജും അതുപോലെ തന്നെ ചീക്സിനുള്ള മസാജും രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ടേക്ക് കെയർ, ബൈ.